നമസ്കാരം. വോട്ടേഴ്സ് വോയിസ് 2024 ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഫലം ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് എല്ലാ മലയാളികളും. തൃശ്ശൂർ മണ്ഡലത്തിലെ ഫലത്തെക്കുറിച്ച്. അവിടെ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. BJPക്ക് വേണ്ടി സുരേഷ് ഗോപി, കോൺഗ്രസിന് വേണ്ടി കെ മുരളീധരൻ, അതിനോടൊപ്പം തന്നെ CPIക്ക് വേണ്ടി LDFന് വേണ്ടി മത്സരരംഗത്ത് ഉള്ളത് VS സുനിൽകുമാർ എന്ന ജനകീയനായ ശക്തനായ നേതാവ്. ഇവരിൽ ആർക്കായിരിക്കും വിജയം എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകളും വിലയിരുത്തലുകളും നിരവധി തവണ ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കും വീണ്ടും അത് പരിശോധിക്കാം. നമ്മൾ നേരത്തെയും നടത്തിക്കഴിഞ്ഞുവെങ്കിൽ തന്നെയും. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് ഫക്രുദ്ദീൻ അലി, രാഷ്ട്രീയ നിരൂപകൻ, അതിനോടൊപ്പം തന്നെ കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ശങ്കർ ഹിമഗിരി. ഇരുവർക്കും സ്വാഗതം ചർച്ചയിലേക്ക്. ഫക്രുദ്ദീൻ, എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ? നമ്മൾ പലവട്ടം ചർച്ച ചെയ്തുവെങ്കിൽ തന്നെയും ഓരോ ദിവസവും കഴിയും തോറും അല്ലെങ്കിൽ ആഴ്ചകൾ പിന്നിടുമ്പോൾ കാറ്റ് മാറി വീശാമല്ലോ. പക്ഷെ ചാക്കോച്ചിനെ ജയിക്കുന്നു, അങ്ങനെയാണത് സംഭവിക്കാറുള്ളത്. അവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ, സുരേഷ് ഗോപി അവിടെ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു തോറ്റ MLA തോറ്റ MP എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ, അങ്ങനെ 5 വർഷം അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ പറഞ്ഞ ഷൂട്ടൊക്കെ അങ്ങോട്ട് മാറ്റി. സുരേഷ് ഗോപിയുടെ സിനിമകൾ പൊതുവെ തിരുവനന്തപുരം ബേസ്ഡ് സിനിമയാണ്, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ കമ്മീഷണറാണെങ്കിലും സിനിമകളെല്ലാം തിരുവനന്തപുരം ബേസ്ഡ് സിനിമകളാണ്. ഷൂട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് മാറ്റുന്നു, തൃശ്ശൂർ താമസമാകുന്നു. അവിടെ എല്ലാ വിഷയങ്ങളും അങ്ങനെ 1 വർഷം കൊണ്ടല്ല, അങ്ങനെ 5 വർഷമായിട്ട് അദ്ദേഹം രാജ്യസഭ MP എന്ന്, രാജ്യസഭ നമ്മളെ ജയിപ്പിച്ചു വിട്ടതല്ല, അതവിടെ തോറ്റ MPയോ MLA ആണ്. പക്ഷെ അദ്ദേഹം എല്ലായിടത്തും ഉണ്ടായിരുന്നു. ജയിച്ച MPനെക്കാട്ടും MLAനെക്കാട്ടും അദ്ദേഹം ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മോഡി എല്ലാ MPമാരോട് ഓരോ ഗ്രാമങ്ങൾ ദത്തെടുക്കാൻ പറഞ്ഞു. അപ്പോൾ സുരേഷ് ഗോപി ദത്തെടുത്തിട്ടുണ്ട്. ആ ദത്തെടുത്ത ഗ്രാമത്തിൽ കൃത്യമായും അദ്ദേഹം എപ്പോഴും പോകാറുണ്ട്. ആദിവാസികളുടെ ഇടയിലൊക്കെ കൃത്യമായി പോയി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ ചാരിറ്റി തട്ടിപ്പ് നടത്തുന്ന ആളുകളുണ്ട്. പക്ഷേ സുരേഷ് ഗോപി അങ്ങനെയല്ല. സുരേഷ് ഗോപിക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് അവസാനം 7 കോടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ റെമ്യൂണറേഷൻ കിട്ടുക. അതിൽ 4 കോടി അദ്ദേഹം ഉപയോഗിക്കുന്നത് അദ്ദേഹത്തെ മരിച്ച മോളുണ്ട് ലക്ഷ്മിയുടെ പേരിലുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്. അതുവഴി ഈ പിന്നെ സഹകരണ ബാങ്കുകളിൽ പൈസ ഇട്ട് നഷ്ടപ്പെട്ടവർക്ക്, വിദ്യാഭ്യാസപരമായിട്ട് സഹായം ആവശ്യമുള്ളവർക്ക്, വീടില്ലാത്തവർ, ഇവരൊക്കെ സഹായിക്കാൻ വേണ്ടി. ഇത് സ്വന്തം ഉമ്മൻചാണ്ടി സാറാണ് ഇങ്ങനെ മുമ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് സർക്കാർ ഫണ്ട് നമ്മുടെ കാശ് ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടി സാർ അതിനുള്ള മനസ്സ് കാണിച്ച് പറ്റുമല്ല, അതും കാണിക്കാറില്ല. അതാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഇമ്പോർട്ടൻസ്. സുരേഷ് ഗോപി സ്വന്തം കാശ് ചിലവഴിക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും നിസ്വാർത്ഥനായിട്ട് അവിടെ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ തവണ അദ്ദേഹം മത്സര സമയത്ത് BJPയുടെ A ക്ലാസ് മണ്ഡലമൊന്നും ആയിരുന്നില്ല. അത് ശബരിമല എന്താണ് ഈ പറയുന്ന പ്രക്ഷോഭത്തിൻ്റെ കേന്ദ്രമായിരുന്നില്ല ആ മണ്ഡലം. അവിടെ സുരേഷ് ഗോപി പോയ സമയത്ത് ഒറ്റയടിക്കാണ് 18% വോട്ട് അദ്ദേഹം കൂട്ടിയത്. അദ്ദേഹം ഏതാണ്ട് 2,80,000 വോട്ട്, 28% വോട്ട് അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. ഇനി ഇത്തവണ അദ്ദേഹം ജയിക്കണം, ഏതാണ്ട് 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ട് പിടിക്കണം. അപ്പം അന്ന് അദ്ദേഹം താല്പര്യമില്ലാതെ മോഡിയൊക്കെ നിർബന്ധിച്ചുകൊണ്ട് ഓടി വന്ന് മത്സരിച്ചതാണ്. രാജ്യസഭയിലും നിയമസഭയിൽ അദ്ദേഹം മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അന്ന് പല പ്രൈവറ്റ് സർക്കിളുകളും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് പമ്മേച്ചി ജയിക്കട്ടെ എന്നാണ്, പലമേജ വേണുഗോപാൽ ജയിക്കട്ടെ എന്നാണ്. എന്നിട്ട് 30% വോട്ട് അന്ന് അവിടെ പിടിച്ചു. ഇത് അദ്ദേഹം 5 വർഷം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇത്രയും സമയം കിട്ടുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറത്ത് സുരേഷ് ഗോപിക്ക് അവിടെ ജയിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അവിടെ പിന്നെ മോഡി കൊടുത്തൊരു മെസ്സേജുണ്ട്, നമുക്ക് വളരെ വേണ്ടപ്പെട്ട പയ്യനാണ്, ജയിപ്പിക്കേണ്ടതാണ്. അതിനർത്ഥം തൃശ്ശൂർ ബേസിക്കലി ഒരു കച്ചവടക്കാരുടെ കേന്ദ്രം കൂടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ് ഇടപെടേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ കച്ചവടക്കാർ ഹിന്ദുക്കൾ മാത്രം. യൂസഫ് അലി തൃശ്ശൂരുകാരനാണല്ലോ, മൂപ്പർക്ക് സുരേഷ് ഗോപിയുടെ ആവശ്യമൊന്നും നേരിട്ട് കണക്ഷൻ ഉണ്ട്. എങ്കിൽ പോലും ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ കാര്യത്തിലും മോഡിയായിട്ട് നേരിട്ട് ഇടപെടാം. മോഡി അമിത്ഷായും നദ്ദയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളാണ്. നദ്ദയായിട്ട് എനിക്കറിയില്ല, മോഡി അമിത്ഷായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. അപ്പം ഇങ്ങനെ ഈ കച്ചവടക്കാരുടെ ആംഗിൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് അവർക്ക് ആവശ്യമാണ്. പിന്നെ ഏത് വിഷയത്തിനും അദ്ദേഹം, ഇപ്പം കരിയൊന്നു ബാങ്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് വിഷയത്തിനും അദ്ദേഹം നടത്തുന്ന ഒരു ഇടപെടൽ, ജനങ്ങൾ ഒരാളായി മാറാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്. 2, അദ്ദേഹം ഒരിക്കലും സിനിമയിൽ അദ്ദേഹം അഭിനയിക്കാറില്ല, ജീവിതത്തിൽ അഭിനയിക്കാറില്ല. ശരിക്കും ഭരചന്ദ്രൻ തന്നെയാണ് സുരേഷ് ഗോപി. അതേപോലെ MP ആവാൻ വേണ്ടിയിട്ട്. അത് ശരിയാണ്. ഇപ്പോൾ കൊല്ലത്ത് മുകേഷ് മത്സരിക്കുമ്പം ഒരു സിനിമാ താരം മത്സരിക്കുക. ഇപ്പം പിന്നെ കൊല്ലത്ത് BJPക്ക് വേണ്ടി കൃഷ്ണർ മത്സരിക്കുമ്പോഴും അദ്ദേഹം സീരിയലിലോ സിനിമയിലോ നടനായിട്ട് മത്സരിക്കും. പക്ഷേ സുരേഷ് ഗോപിയെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തൃശ്ശൂരുകാർ ഒരു സിനിമാ നടൻ എന്നുള്ളതിനപ്പുറത്ത് ഒരു സുനിൽകുമാർ സുനിലേട്ടനാണെങ്കിൽ ഇത് സുരേഷ് ഏട്ടനാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു ഇമേജ് ബിൽഡ് ചെയ്തെടുക്കുവാൻ തൃശ്ശൂർ മണ്ഡലം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ തൃശ്ശൂർ മണ്ഡലം സുരേഷ് ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് അറിയാവുന്ന തൃശ്ശൂർ ഇത്തവണ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നായി മാറി. തുടരെ
മോദി തുടരെ അവിടെ വന്നു. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുത്തു. അവർ തമ്മിലുള്ള അടുപ്പത്തിൻ്റെ ആഴം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ പയ്യനാണ്, നമുക്ക് ഇവനെ വേണം എന്നുള്ളൊരു മോദിയുടെ message- സ്വന്തം സ്ഥാനാർത്ഥി. അതെ, അവിടെ തന്നെയാണ് പിന്നെ വനിതകളുടെ പിന്നെ ഇത് നടത്തിയത്, സമ്മേളനം നടത്തിയത്. മോദി ഗ്യാരണ്ടി എന്നുള്ള പ്രയോഗം അതെ, അതെ. ഉണ്ടായത് ഇതെല്ലാം തൃശ്ശൂരാണ്. അതെ. അപ്പോൾ മോദി കൃത്യമായ മെസ്സേജ് തൃശ്ശൂരുകാർക്ക് കൊടുത്തു കഴിഞ്ഞു. ഈ ഗ്യാരണ്ടി എന്നുള്ള വാക്കിന് കേരളത്തിൽ ചിലപ്പോൾ ഈ നമ്മൾ ഈ സ്വർണ്ണം പൂശുന്നതായിട്ട് ബന്ധപ്പെട്ട ഗ്യാരണ്ടി നെഗറ്റീവ്, പക്ഷേ തൃശ്ശൂർ ഗ്യാരണ്ടി എന്നുള്ള പോസിറ്റീവായി. കച്ചവടക്കാരുടെ ഗ്യാരണ്ടി എന്നുള്ളത് തൃശ്ശൂർക്കാർ പല ബിസിനസ് ഗ്രൂപ്പുകൾ നിങ്ങൾ നോക്കുക, മലബാറിലൊക്കെ തന്നെ ഈ തൃശ്ശൂരുള്ള ബിസിനസ് ഗ്രൂപ്പുകളാണ് ഈ ഗ്യാരണ്ടി എന്നുള്ള വാക്ക്. അപ്പം മോഡി, ഞാൻ സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ, മോഡിയുടെ വേറൊരു കാര്യം, ഇപ്പോൾ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇദ്ദേഹം സഹായിക്കുമെന്നാണ് അടുത്ത ചോദ്യം. ഇദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞു, ഹിന്ദുക്കളുടെ കാര്യമല്ല, അങ്ങനെയല്ല. അദ്ദേഹം MP നമ്മളാരും അല്ല അദ്ദേഹത്തെ MP ആക്കിയത്. MP ആയ സമയത്ത്, ഈ കോവിഡ് സമയത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ സഹായിച്ച മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെ പലയും പേരൊക്കെ എനിക്കറിയാം. ഞാൻ പറയാത്ത പിന്നെ അവർ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അവർ പറയില്ല. കാരണം എന്താണ്, സംഖ്യ എന്നങ്ങ് നിങ്ങൾ മുദ്ര കുത്തി പിന്നെ സൈഡാക്കുമല്ലോ. അതിനകത്ത് ഗഡ്സ് വേണം പറയണമെങ്കിൽ. നമ്മളെ ഉപകാരം ചെയ്ത ആളെ നമ്മളെപ്പോഴും ഓർക്കണം, അവർക്ക് സഹായം വേണ്ട സമയത്ത് നമ്മൾ കൊടുക്കണം. സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് മനസ്സിന് നന്മയുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് ഇപ്പോഴാണ്. മറ്റ് സ്ഥാനാർത്ഥികൾ മോശക്കാരെ, മുരളി ലീഡറിന് നല്ല സ്ഥാനാർത്ഥിയാണ്, സുനിൽ നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അവരെക്കുറിച്ച് സുരേഷ് ഗോപിയുടെ ഗുണമെന്ന് വെച്ചാൽ അദ്ദേഹം നല്ല ഇംഗ്ലീഷാണ്. ഇത് മുരളി ഒരുവിധം ഇംഗ്ലീഷ് പറയും, പിന്നെ അത് നല്ല ഹിന്ദിയാണ്, സൈനിക് സ്കൂളിൽ പഠിച്ചു വന്നു, അതിൻ്റെ ഗുണമുണ്ട്. അപ്പോൾ അവിടെ പോയി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. രാജ്യസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം എല്ലാത്തിനും കയറിയിട്ടൊന്നും ഇടപെടാവുന്നില്ല. അത് അദ്ദേഹം ഒരു പിന്നെ ഈ പറയുന്ന MP ആണ്. BJPക്ക് ഒരുപാട് MPമാരുണ്ട്. ഈ ഇതിൽ പല കാര്യത്തിൽ അദ്ദേഹം ഇടപെടാനും പറ്റില്ല, കാരണം നോമിനേറ്റഡാണ്. അപ്പം ഇടപെട്ട എല്ലാം തന്നെ ആദിവാസികളെ പോലെയുള്ള ഇങ്ങനെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ കാര്യത്തിലാണ്. അത് വളരെ കൃത്യമായി പോയിന്റുകൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിനും കയറി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, വാക്കിലല്ലല്ലോ കാര്യം, പ്രവൃത്തിയിലാണ്. സംസാരിക്കേണ്ടത് കൃത്യമായി സംസാരിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് അറിയാം. അപ്പം അങ്ങനത്തെ പോലെ ഒരാൾ. അപ്പോൾ പിന്നെ ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിട്ട് ആ സംശയത്തിന് യാതൊരു, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിട്ട് ആ സംശയത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. അപ്പോൾ ഇദ്ദേഹം ജയിക്കൂ എന്നുള്ള ഫീല് നമുക്ക് കിട്ടുന്ന എന്താണ്, എതിരാളികളെ വിറയൽ കാണുമ്പോഴാണ്. തൃശ്ശൂർ സത്യത്തിൽ നടക്കുന്നത് BSന് പക്ഷേ വെറുക്കപ്പെട്ടവരുടെ മഹാകൂട്ടുകെട്ടാണ് ഇദ്ദേഹത്തിനെതിരെ ഉള്ളത്. കാരണം നിങ്ങൾ നോക്കിയാൽ കേരളത്തെ മലബാർ എന്നുള്ള ഒരു ചാനൽ, ആ ചാനൽ സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ അടുത്ത ദിവസം അവർ തൃശ്ശൂർ ആര് ജയിക്കും, സുനിലോ മുരളിയോ? ഒരുവിധം എല്ലാ ഇപ്പം ചാനലുകളും ചർച്ച നടത്തിയിട്ട് പറയുന്നത്, ന്യൂസ് 18 പറയുന്നത് എന്താണ്, ചർച്ച നടത്തിയില്ല, സർവേ നടത്തിയിട്ട് പറയുന്നത് സുരേഷ് ഗോപി ഒന്നാമത് വരും, 2% വോട്ട് ഡിഫറൻസേ ഉള്ളൂ. ഈ മാതൃഭൂമി എന്താ പറയുന്നത്, മൂന്നാമതാവും, പക്ഷേ വോട്ട് ഷെയറിൽ നിന്ന് 2-3% വ്യത്യാസമേ ഉള്ളൂ. ഈ 2-3 എങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യാവുന്ന. അപ്പോൾ ത്രികോണ മത്സരം നടക്കുക. അപ്പോൾ ഈ ത്രികോണ മത്സരം നടക്കുന്ന സമയത്ത് അവിടെ ചോദ്യമാണ്, മുരളിയാണോ സുനിലാണോ? അതെങ്ങനെ ശരിയാവും? ഇതിൻ്റെ അകത്ത് നിങ്ങൾ സ്നബ് ചെയ്ത് അങ്ങോട്ട് പെർമനന്റ് ആയിട്ട് വരുന്ന വലിയ തോതിലുള്ള ഒരു സുരേഷ് വിരുദ്ധ പ്രചരണം അവഗണിക്കുക. ഈ പ്രചാരണം നടന്ന മൊത്തം ആരാണ്? ഈ സോക്കോൾഡ് വെറുക്കപ്പെട്ടവരാണ്. സുരേഷ് ഗോപി എന്നുള്ള പൊതുപ്രവർത്തകന്റെ, സിനിമ നടത്തില്ല, ആ പൊതുപ്രവർത്തകന്റെ ഒരു ജെനുവിനിറ്റി നല്ല മനുഷ്യർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എവിടെ പോകുമ്പോൾ നല്ല ആളുണ്ട്. അത് നമ്മൾ വിചാരിച്ച കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ യുവാക്കളുടെയും സ്ത്രീകളുടെയും വലിയൊരു പിന്തുണ. അവരാണ് എപ്പോഴും പുതിയ നല്ല മനുഷ്യന്മാരെ തിരിച്ചറിയും. നമ്മളൊക്കെ മനസ്സിൽ ഈ പറഞ്ഞ രാഷ്ട്രീയം പിടിച്ച് കയറി രാഷ്ട്രീയ മതമൊക്കെ ഉണ്ടാവും. പക്ഷേ യുവാക്കളും സ്ത്രീകളും അങ്ങനെ അവർ കുറച്ചുകൂടി ഓപ്പണാണ്. പക്ഷെ ഒന്നുണ്ട്, സുരേഷിന് ഇപ്പോഴും പിന്നെ സംഭാഷണങ്ങളിലെ ആ സിനിമയുടെ സ്വാധീനം മറികടക്കാൻ പറ്റിയിട്ടില്ല. അല്ല, അതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതിന്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു ബേസിക്കലി ഈ ഭരചന്ദ്രനിലൊക്കെ അദ്ദേഹത്തിന്റെ ആത്മാംശം വളരെ കൂടുതലായിട്ടുണ്ട്. ഈ ബേസിക്കലി സുരേഷ് ഗോപി അങ്ങനെയാണ്. ഈ തെറ്റിനെതിരെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന ISFIക്കാരനായിരുന്നല്ലോ ഫാത്തിമ മദർ കോളേജിൽ. ആ ഒരു മൈൻഡുള്ള ഒരാളാണ് അദ്ദേഹം. ആ സത്യം അഭിനയിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എന്താ ചെയ്യുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല, അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണം. കൃത്യമായി ഞാൻ ഒരു 10-22 വർഷമായി മാധ്യമപ്രവർത്തനം. ആ തുടക്കകാലത്ത് ഞാൻ ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഇത്തരത്തിലുള്ള സാമൂഹിക വിഷയങ്ങളിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു രോഷം, അത് അന്നേ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഇപ്പോൾ അതിനുശേഷം വളരെ ശക്തമായി അത് ഗ്രാജുവലി താനേ വളർന്നത് തന്നെ ആയിരിക്കണം. അത് ബോൾഡായിട്ട് ഇപ്പം കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകമാണെങ്കിൽ, ഈ പറയുന്ന വീടില്ലാത്ത കാര്യമാണെങ്കിൽ, ഒറ്റപ്പെടുന്നവരുടെ വിഷയത്തിലാണ്, അത് ഏത് വിഷയത്തിൽ അദ്ദേഹം ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആ രീതിയിൽ ഇടപെട്ടിട്ടില്ല, ഒരു സിനിമാക്കാരനും ഇടപെട്ടിട്ടില്ല. അതാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തുള്ളൊരു പൊളിറ്റീഷ്യൻ ഉണ്ട്, ഒരു സ്റ്റേറ്റ്മാൻ ഉണ്ട്. പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ അവനവൻ്റെ കാര്യം നോക്കി കിടക്കുന്ന ആളാണ്. സ്റ്റേറ്റ്മാൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ സർദാർ പട്ടേൽ, ജവഹർലാൽ നെഹ്റു, ഇവരെയൊക്കെയാണ് നമ്മൾ വലിയൊരു പരിധിവരെ പിന്നെ ലീഡർ KK കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തൊക്കെ സ്റ്റേറ്റ്മാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനുള്ളിൽ ഒരു സ്റ്റേറ്റ്മാൻ ഉണ്ട്. കേരളത്തിൽ ഒരുപക്ഷെ ഇന്നില്ലാത്തൊരു വാക്കാണ് സ്റ്റേറ്റ്മാൻ. ഇന്നുള്ള ഒരേ ഒരു സ്റ്റേറ്റ്മാൻ ഇത് സുരേഷ് ഗോപിയാണ്. ആ അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് ആവശ്യം. അല്ല, ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ നേരത്തെ ചോദ്യം ചോദിച്ച പോലെ ഇപ്പോൾ സുരേഷോ സുനിലോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നിടത്തേക്ക് വളരെ അവസാനം അപ്രതീക്ഷിതമായിട്ടാണ് മുരളി പിന്നെ എത്തിയത്. അത് ബുദ്ധിപരമായ ഒരു നീക്കം എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് അവതരിപ്പിക്കുമെങ്കിലും മുരളി വന്നപ്പോൾ
നിലവിലുള്ള സിനറിയോയിൽ എന്താണ് സംഭവിച്ചത്? വലിയ മാറ്റമൊന്നുമില്ല. ഈ പ്രതാപന് കിട്ടാൻ സാധ്യത കുറച്ച് ധീവര വോട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കല്ല, തൃശ്ശൂരുകാർക്ക്, മുസ്ലിങ്ങൾക്ക് അല്ല റസൂല്, പിണറായി വിജയൻ, അത് കഴിഞ്ഞാൽ പിന്നെ പ്രതാപനായിരുന്നു. പ്രതാപൻ എന്നെക്കാട്ടും നല്ല മുസ്ലിമാണ്. കാരണം വെച്ചാൽ പ്രതാപൻ എല്ലാ നോമ്പും എനിക്കൊന്നും എല്ലാ നോമ്പൊന്നും എടുക്കാൻ പറ്റാറില്ല. അങ്ങനെ എല്ലാ നോമ്പൊക്കെ എടുക്കുന്ന ഭയങ്കര മുസ്ലിംസിൻ്റെ ഒരു ഭയങ്കര സംഭവമായിരുന്നു. ഞാനൊരു ദിവസം ഈ പറഞ്ഞ സുരേഷ് ഗോപി ജയിക്കുമെന്ന് വന്നിട്ട് എന്നെ അവിടെ ഒന്ന് രണ്ട് എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ടായിരുന്നു എന്തിനാണ് പ്രതാപനെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കേണ്ടായി. അപ്പോൾ പ്രതാപൻ അത്ര അവർക്ക് ഇഷ്ടമാണ്. ആ വോട്ടിന് ആ രീതി കിട്ടുമെന്ന് അറിയില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ സവർണ്ണ വോട്ടുകളുടെ ഒരു സ്പ്ലിറ്റ് ആക്കാനാണ് പരിപാടിയെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല. ഈ സവർണ്ണവർ പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. ഈ നല്ല വിദ്യാഭ്യാസമുള്ള ഇവർ ഓൾറെഡി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ ആലോചിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പം കോട്ടയം എന്ന് പറയുന്നത് പോലെ ക്രൈസ്തവ സമൂഹത്തിന് വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. പക്ഷെ അവിടുത്തെ സ്ഥാനാർത്ഥികൾ പിന്നെ ക്രൈസ്തവ വിഭാഗക്കാരല്ല. കോട്ടയത്തിനൊന്നും അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസവും സംസ്കാരവും കൂടുതലുള്ള കാര്യങ്ങൾ, വിവേചന ശേഷിയുള്ള ഒരു വോട്ടിംഗ് സമൂഹമാണ് തൃശ്ശൂരിലേത്. പിന്നെ സുരേഷ് ഗോപിന് ദൈവാനുഗ്രഹമുണ്ട്. കാരണം അദ്ദേഹത്തിനെതിരെ കൊണ്ട് ഓരോ വിവാദവും നിങ്ങൾ നോക്കും. അത് പിന്നെ കുത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കാത്തതിന് അണികളോട് പിന്നെ ഒത്തു ചൂടായി. അത് നരേന്ദ്രമോദിയാണ് ഇവരൊക്കെ ചെയ്യാവുന്നതാണ്. വാജ്പേയിനോട് പണ്ട് നരേന്ദ്രമോദി എതിര് പറഞ്ഞിട്ടുണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത്. അതായത് ഗുജറാത്ത് കലാപമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഭരണാധികാരിയുടെ ധർമ്മം അനുഷ്ഠിക്കുന്നതിനെ പറ്റിയും വാജ്പേയി പറയുന്നു. അപ്പോൾ മോഡി അവിടെ നിന്ന് എണീറ്റ് അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നു. അതായത് പ്രധാനമന്ത്രിയോടാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതൊക്കെ ഇവർ രാഷ്ട്രീയക്കാർ ചെയ്യുന്നതാണ്. കാരണം ആ വിഷയമായിട്ട് അവരുടെ ബന്ധമാണത് കാണിക്കുന്നത്. ആകുമ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിന് ആളെ ചേർക്കാത്തതിനെ പറ്റി പറഞ്ഞപ്പോൾ അത് കൂടെ ഉള്ളൊരുത്തന്നെ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇവർ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുത്ത് ഏറ്റവും എതിർക്കുന്ന ചാനലിൽ കൊടുത്തു. അപ്പോൾ അതെന്തായി? അത് പിന്നെ വലിയ വിഷയമായ അവിടെ. അപ്പം ഇപ്പം എന്ത് സംഭവിച്ചു? ഇപ്പം അതിന് അനുരണനമായിരിക്കും കേരളത്തിലെ ചില പിന്നെ BJP ലീഡർഷിപ്പ് ചില പ്രധാനികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും സ്ഥാനാർത്ഥികളാക്കിയൊക്കെ ചെയ്തത്. കാരണം പിന്നിൽ നിന്ന് വലിക്കാനുള്ള ഒരു അഞ്ചാമത്തെ അതിൽ. കാരണം സുരേഷ് ഗോപിനെ പോലെ ആൾ വളർന്നു വന്നാൽ ഭാവി കേരള മുഖ്യമന്ത്രിയാണ്. മോഡിയുടെ സപ്പോർട്ടും ഒക്കെ. കോൺഗ്രസ് ഈ ഇലക്ഷന് കൂടി അടുത്ത നിയമസഭാ ഇലക്ഷനോട് തകർന്നാൽ കോൺഗ്രസ് ഇല്ല. അപ്പോൾ കേരള മുഖ്യമന്ത്രിയായി വരാൻ സാധ്യതയുള്ള BJP എന്ന് അദ്ദേഹമാണ്. അപ്പോൾ അതിപ്പോഴേ എന്ത് ചെയ്യാം? ഇത്തവണ തോൽപ്പിച്ച സുരേഷ് ഗോപിന് മുഖയിലൊക്കെ നഷ്ടപ്പെടും. കാരണം ഇത്രയും മാത്രം നമ്മൾ നന്മ ഉണ്ടായിട്ട് അദ്ദേഹത്തിന് ഇനിയും നിങ്ങൾ കയ്യുകയാണെങ്കിൽ, സുരേഷ് ഗോപി മാത്രമല്ല, ഇവിടെ എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഒന്നും രാഷ്ട്രീയത്തിലേക്ക് വരില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് പറ്റിയ ഏരിയ അല്ല. ജനങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളെ വേണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്താ? അവർക്ക് അവരുടെ കാര്യമില്ല. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം 7 കോടി അദ്ദേഹത്തെ പടങ്ങളൊക്കെ ഹിറ്റാണ്. ഇനി അദ്ദേഹത്തിന് 10 കോടി ആ അദ്ദേഹത്തിന് വളരാൻ പറ്റും. അദ്ദേഹത്തിന് നഷ്ടം. അദ്ദേഹം തോറ്റു കഴിഞ്ഞാൽ രാഷ്ട്രീയം വിട്ട് അദ്ദേഹത്തിന് കുടുംബത്തിനല്ലത്. ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റി വെക്കേണ്ടി വരും. അല്ലെങ്കിൽ കുടുംബം സേഫാക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഒരു സംഭവം വന്ന സമയത്ത് ഈ പിന്നിന്ന് കുത്തുണ്ട് എന്നുള്ള ഫീല് വന്നുകൊണ്ടായിരിക്കും. കാരണം ഇതല്ലാതെ വരില്ലല്ലോ. അവരുടെ കൂട്ടത്തിൽ തന്നെ വീഡിയോ ലീക്കായത്. അതെ, സെൻട്രൽ ലീഡർഷിപ്പ് ഇടപെടുന്നു, ചില ആളുകളെ മാറ്റുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ദൈവാനുഗ്രഹം നോക്ക്. അദ്ദേഹത്തിനെതിരെ വന്ന എല്ലാ വിവാദങ്ങളും അനുകൂലമായിട്ട് മാറി. ഒന്ന് ചെമ്പ് വിവാദം. നമ്മളെ കയ്യിലൊക്കെ മോതിരമില്ലേ, അതിൽ ചെമ്പില്ലേ? ഇത് ഉറപ്പ്. ഈ സ്വർണം മാത്രമാകുമ്പോൾ പൊട്ടിപ്പോയത് ബ്രസ്റ്റിലാണ് സ്വർണം. അത് ചെമ്പ് കൂട്ടുമ്പോഴാണ് ശക്തി വരുന്നത്. അപ്പോൾ എല്ലാ ആഭരണങ്ങളും സ്വർണ്ണ ചെമ്പുണ്ട്. അപ്പോൾ ചെമ്പാണ് കൊടുത്തത്. സ്വർണം പൂശി കൊടുത്താൽ ഇങ്ങനെയൊക്കെ ആളുകളെ പറ്റിക്കുന്ന ആളുകളും ദൈവത്തെ ആളുകളും പറ്റിക്കുന്നവർക്ക് അങ്ങനെ അവർ മറ്റുള്ളവരെ കാണും. അവസാനം എന്തായി? ഇവരത് പരിശോധിക്കാൻ തീരുമാനം. എന്താ എൻ്റെ റിസൾട്ട് പുറത്തു വിടാത്തത്? ഒരു യൂട്യൂബ് ചാനലിൽ ഞങ്ങളുടെ അവർ പരിശോധിച്ചു. അതിൽ 5 ഭാഗം സ്വർണ്ണം ഉണ്ട്, അതുകൊണ്ടാണ് പുറത്തു വിടാത്തത്. പിന്നെ ആ തട്ടാൻ പറഞ്ഞു. അദ്ദേഹത്തിന് സ്വർണ്ണം തന്ന ആവശ്യം കഴിഞ്ഞുള്ള ബാക്കി ഞാൻ തിരിച്ചു കൊടുത്തു എന്നോ എത്ര പണ്ടാ സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല. അതായത് ഇത്ര ആവശ്യം ഉണ്ടായിരുന്നു, ബാക്കി സുരേഷ് ഗോപിക്ക് തിരിച്ചു കൊടുത്തു തട്ടാൻ പറയുന്നു. അടുത്ത പറയട്ടെ. ഗോപിയാശാൻ ഒരു സുപ്രഭാതത്തിൽ ഗോപിയാശാൻ്റെ ഗോപിയാശാൻ നിങ്ങൾക്ക് അറിയാനും ഗോപിയാശാൻ. എനിക്ക് ഗോപിയാശാൻ അറിയുന്നത് ഞാൻ മൂവി ബഫും മോഹൻലാൽ ഫാൻ ആയതുകൊണ്ടാണ്. വാനപ്രസ്ഥം എന്നുള്ള സിനിമയിലെ മൂപ്പരാണ് മോഹൻലാലിനെ ഈ സംഭവം പഠിപ്പിച്ചെന്ന് പറയുന്നത്, കഥകളി. അതുകൊണ്ട് എനിക്ക് മൂപ്പരറിയാം. അപ്പം ഗോപിയാശാൻ വലിയ സംഭവമായിട്ട് വരുന്നു. എന്നിട്ട് പറയുന്നു ഇങ്ങനെ സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരു ഡോക്ടർ വന്നു. ഏത് ഡോക്ടർ? സുരേഷ് ഗോപി അങ്ങനെ ഒരു ചീപ്പ് പരിപാടിക്ക് നിൽക്കുന്ന ആളല്ല. സുരേഷ് ഗോപി ഗോപിയാശാൻ നേരിട്ട് ബന്ധമുണ്ട്. മൂപ്പർ നേരിട്ട് വിളിച്ചിട്ട് പോകും. ഈ ഡോക്ടറെ കൊണ്ട് വിളിപ്പിച്ച് ഒരു പക്ഷേ ഇതിനുള്ളിലുള്ള BJPക്കാർ മൂപ്പരെ ശത്രുക്കളായിരിക്കാം. എന്നിട്ട് 2 സുരേഷ് ഗോപി ഇങ്ങനെ ഈ പറയുന്നതിനാതിരി ഈ പത്മഭൂഷൺ എന്ന് പറയുന്ന ഒരാളൊന്നുമല്ല. അങ്ങനെ ചീപ്പ് പരിപാടിക്ക് മൂപ്പരെ കിട്ടില്ല. അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ ഏതായിരിക്കും? ഗോപിയാശാനൊന്നും പറഞ്ഞില്ല. മൂപ്പരെ മോൻ ക്രിസ്ത്യൻ ഭയങ്കര ഒരു പോസ്റ്റ്. ആ ഗോപിയല്ലേ ഈ ഗോപി. ശരിയാ, ഈ ഗോപിക്ക് ഒരിക്കലും ആ ഗോപി ആകാൻ പറ്റില്ല. സ്വന്തം വരുമാനത്തിൽ നിന്നും പകുതിയിലെടുത്ത് ചാരിറ്റി നടത്തുന്ന ആളുകൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അതിനോടൊരു താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന ആ മനസ്സിലേക്ക് എത്താൻ ഗോപിയാശാന് പറ്റില്ല. മനസ്സിലായില്ലേ? പിന്നെ ഗോപിയാശാൻ തന്നെ ക്ലാരിറ്റി കൊടുത്തു. ഞാനാണ് സുരേഷിനോട് ഈ കാര്യം പറഞ്ഞത്, പത്മഭൂഷൻ്റെ കാര്യം മുമ്പ് ഒരിക്കൽ. പക്ഷേ സുരേഷ് അതിനെ ആ രീതിയിൽ എൻകറേജ് ചെയ്തില്ല. കാരണം എനിക്കത് നടക്കുന്ന കാര്യമല്ല, അപ്പം രീതിയൊക്കെ പറയുന്നതാണ് സുരേഷ് നടക്കുന്ന കാര്യമല്ല അദ്ദേഹം പറയണ്ടേ. അതും അദ്ദേഹത്തിന് അനുകൂലമായി. അപ്പം ഈ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ, നല്ല മനുഷ്യന്മാർക്ക് എപ്പോഴും ദൈവാനുഗ്രഹം ഉണ്ടാവും.
ഈ ദൈവാനുഗ്രഹം ഉണ്ടായതിന് ഏറ്റവും വലിയ തെളിവാണ്. എന്തൊക്കെ നിങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കുന്നോ അതൊക്കെ അനുകൂലമായി നമ്മൾ ഈ സുരേഷ് ഗോപിയെ കുറിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും വി.എസ്. സുനിൽകുമാർ എന്ന് പറയുന്നത് അവിടെ ഒരു ചെറിയ സാന്നിധ്യമല്ല, അദ്ദേഹത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത്. വി.എസ്. സുനിൽകുമാർ തൃശ്ശൂർ ഉള്ള ആൾ തന്നെയാണ്. അദ്ദേഹം നല്ല ഒരു നല്ല രാഷ്ട്രീയക്കാരനാണ്, കർഷകനാണ്, നല്ല കർഷകനാണ്, നല്ല സുഹൃത്താണ്. നല്ല കർഷകനാണ്, നല്ല രാഷ്ട്രീയക്കാരൻ, ഭേദപ്പെട്ട ഒരു മന്ത്രിയായിരുന്നു. പക്ഷേ അദ്ദേഹം ഡൽഹി പോയിട്ട് എന്ത് ചെയ്യാനാണ്? അദ്ദേഹം നിയമസഭയിലേക്കാണെങ്കിൽ ശരിയാണ്, അത് സുനിൽ നന്നായി പെർഫോം ചെയ്യും. അതിപ്പോൾ എനിക്ക് മന്ത്രി എന്ന രീതിയിൽ കാട്ടും സുനിൽ MLA എന്ന രീതിയിലാണ് നല്ല പെർഫോമൻസ് ആയിരുന്നു, MLA രീതി. പക്ഷേ ഡൽഹി പോകുമ്പോൾ നിങ്ങൾ നല്ല ഇംഗ്ലീഷ് അറിയണം, ആ ഫ്ലുവൻ്റിലെ ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ അറിയണം. പിന്നെ ആ രീതി ഇടപെടാൻ പറ്റണം. അവിടെ ഒരു വ്യവസായിക്ക് ഒരു പ്രശ്നം വന്നു, അല്ലെ ഒരാൾ നമ്മുടെ നാട്ടിലുള്ള ഒരു പയ്യൻ ഗൾഫിൽ എവിടെയും പോയി കുടുങ്ങി. അപ്പോൾ അത് സുരേഷ് ഗോപി എംബസികളായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്യാം. അപ്പം അത് മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയൊക്കെ അടുത്ത് എംബസിയൊക്കെ നേരിട്ട് ബന്ധപ്പെട്ട, അല്ലാതെ ഈ അമിത്ഷാനെ ഒന്ന് ബുദ്ധിമുട്ടി ഒരു രക്ഷയില്ലെങ്കിൽ മാത്രമേ അദ്ദേഹം ചെയ്യാറുള്ളായിരുന്നു. അങ്ങനെ ചെയ്യാൻ ശേഷിയുള്ള സുരേഷ് ഗോപിക്ക് മാത്രമാണ് മനസ്സുള്ള. ചെയ്യാൻ ശേഷി മാത്രമല്ല, മനസ്സ്. സുനിലിന് ഈ മനസ്സുണ്ട്, പക്ഷേ ഈ ലാംഗ്വേജ് ഒക്കെ ഒരു ബാരിയർ ആയിരിക്കും. അത് ചെയ്യാൻ പറ്റുന്ന ആളാണ്. പിന്നെ ഡൽഹിയിലെ പോലത്തെ അവസ്ഥ, ആ അവസ്ഥയിൽ എന്തുകൊണ്ടും ആ നാടിന് അല്ലെങ്കിൽ കേരളത്തിന് വേണ്ട MP ആണ് സുരേഷ് ഗോപി. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഈ കഴിഞ്ഞ ദിവസം സമൂഹം ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ സമൂഹത്തിൽ നിന്നും ഇപ്പം മെറിറ്റിന് ഇമ്പോർട്ടൻസ് കേരളത്തിൽ വന്നിട്ടുണ്ട്, പക്കാ രാഷ്ട്രീയം വിട്ടിട്ട്. നിയമസഭാ ഇലക്ഷൻ ഒരു പക്ഷേ അങ്ങനെ രാഷ്ട്രീയം അവർ നോക്കും. പക്ഷേ ലോക്സഭാ ഇലക്ഷൻ ഇങ്ങനെയുള്ള ഇലക്ഷൻ മെറിറ്റോറിയസ് ആണോ? അങ്ങനെയാണ് ബൽറാം ജയിച്ചത്, അങ്ങനെയാണ് ഷാഫി ജയിക്കുന്നത്. രാഷ്ട്രീയത്തിലേക്ക് ഈ മെറിറ്റ് കൊണ്ടുവന്നതിൽ വലിയൊരു പങ്ക് ഇപ്പം മോദി അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ പാർട്ടിയിലെ ഒരുപാട് പേര് വലിയ വിദ്യാഭ്യാസമുള്ളവരും ഓരോ മേഖലയിലും പ്രഗത്ഭരും ഒക്കെയാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം ഒരിക്കലും ഈ ജീനിയോളജി നോക്കിയിട്ട് ഹെറിഡിറ്ററി, അല്ലെങ്കിൽ നമ്മൾ നായനെ പറ്റി പറയുമ്പോൾ ഒരു സംഭവം പറയല് ബ്രീഡല്ല, ജനുസിൻ്റെ ഗുണം നോക്കിയിട്ടൊന്നല്ല. മോഡീൻ്റെ മന്ത്രിസഭയിലുള്ള ആളുകൾ അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് OBC ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. മുമ്പ് അങ്ങനെ ബ്രാഹ്മൺസ് ആയിരുന്നു, ദ്വിവേദി, ത്രിവേദി, ചതുർവേദി, മുഖോപാധ്യായ ഇവരൊക്കെ ആയിരുന്നു. ബ്രാഹ്മൺസ് മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അതിനെക്കാട്ടും മികച്ച ആളുകൾ മറ്റു കമ്മ്യൂണിറ്റി പെട്ട ഉണ്ടായിരുന്നു. പക്ഷേ കമ്മ്യൂണിറ്റി ഒരു ബാരിയർ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ബാരിയർ ഇല്ല. അല്ല, കഴിഞ്ഞ ദിവസം തന്നെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ, തൃശ്ശൂരിലുള്ള ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ, അദ്ദേഹം വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതിയുള്ള വ്യക്തിയായിരുന്നു. BJP ആയിട്ട് അങ്ങനെയല്ല, അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ്. ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് സ്ത്രീകളും യുവജനങ്ങളും അത് ജാതി മത വ്യത്യാസമില്ലാതെ BJP അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ രാജീവ് ചന്ദ്രശേഖരനും സുരേഷ് ഗോപിക്കുള്ള മെച്ചത ഇവർ നിങ്ങൾ പറയുന്ന മൈനോറിറ്റി ഭയക്കുന്ന BJP-ക്കാർ RSS-കാരല്ല. അത് മുരളീധരനോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനൊക്കെയാണ് RSS BJP-ക്കാർ. ഇവർ അങ്ങനെയല്ല, ഇവർ ലിബറൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ. പക്ഷെ നമ്മൾ നേരത്തെ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞു, ഒരു പക്ഷേ ജയിച്ചേക്കാം എന്നുള്ളൊരു അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് അത് തടയാൻ വേണ്ടി ഉള്ളുന്നും പുറത്തൊന്നും ഉണ്ടാവും. പക്ഷെ അതിനെ മറികടക്കുന്ന രീതിയിലാണ് ഈ ഇപ്പം BJP സെൻട്രൽ ലീഡർഷിപ്പ് ഉള്ളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് സ്ഥലത്തും. അതിനുള്ള ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു. ഇനി പുറത്തുള്ള ഈ ശത്രുക്കളെ, അത് ചില ആളുകളെ ജയിപ്പിക്കണമെന്ന് ജനം തീരുമാനിച്ചു കഴിഞ്ഞാൽ അൺസ്റ്റോപ്പബിൾ ആണ്. ഇപ്പോൾ ഷാഫിയുടെ കാര്യത്തിലൊക്കെ പിന്നെ പാലക്കാട് നടക്കുന്ന അതാണ്. ഷാഫി ജയിക്കണമെന്ന് ജനങ്ങളുടെ ഒരു ഫീലാണ്, അത് രാഷ്ട്രീയമൊന്നുമില്ല. അതുപോലൊരു ഫീലാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിലുള്ളത്. ഒരുപക്ഷെ ഇവിടെ തിരുവനന്തപുരത്ത് പതുക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, രാജീവിനെ പറ്റി ഉണ്ടായിരിക്കുന്ന അത്തരം ഒരു ഫീലാണ്. രാഷ്ട്രീയം അതായിരിക്കാം, പക്ഷേ അയാൾ ജയിക്കണം, ആവശ്യമുണ്ട്. അയാൾ നന്മയുള്ള ആളാണ്, അയാൾക്ക് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട് അയാൾ എന്നൊക്കെ ഒരു ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ മഹാപുരുഷൻ വിശ്വാസികളല്ല, യുക്തിവാദികളൊന്നും അല്ലല്ലോ. ഇങ്ങനെ ഫീൽ ഉള്ളിന്ന് വരും. ഈ ഉള്ളിന്നുള്ള ഫീലാണ് സുരേഷ് ഗോപിക്ക് ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത്തായി മാറുമ്പോൾ. അത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് തന്നെ ഉണ്ടായതാണ്. അതെ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യസഭ MP ആയിട്ടാണെങ്കിലും തോറ്റ MP ആയിട്ടാണെങ്കിലും MLA ആയിട്ടാണെങ്കിലും ആ സമയത്ത് അവിടെ ചെലവഴിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ആര് മുന്നിൽ വന്നാലും അത് മെറിറ്റിന് അല്ലെങ്കിൽ യോഗ്യതയുള്ളവരാണെങ്കിൽ അവർക്ക് സഹായം ചെയ്തിരിക്കും അദ്ദേഹം. ഉടായ്പ അല്ലെങ്കിൽ അത് സഹായം ചെയ്യും. അതാണ് ഞാൻ തൃശ്ശൂരൊക്കെ ഇഷ്ടം പോലെ യുവാക്കൾ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള സ്ഥലത്ത് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഇവരൊക്കെ പലപ്പോഴും പല കേസുകളും പലപ്പോഴും ഭാഷ അറിയാത്തതുകൊണ്ടൊക്കെ പെടാറുണ്ട്. അപ്പോൾ ഇവർ രക്ഷപ്പെടുത്തുന്നത് നമുക്ക് അത്തരമാണ് ആവശ്യം. അതെ, തൃശ്ശൂർ മാത്രമല്ല കേരളത്തിൽ. പിന്നെ പത്മജയുടെ പോക്ക് പിന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ ഒരു സജീവ ചർച്ചാ വിഷയമാകും. അത് വലിയ വിഷയമൊന്നുമില്ല. അത് പത്മജ അങ്ങനെ വലിയ നേതാവൊന്നല്ല. അതങ്ങനെ വന്ന് ഇങ്ങനെ പോകും, അത്രയേ ഉള്ളൂ. ഇത് സംഭവിക്കാൻ പോകുന്നത് ഈ ഫാമിലി ചിലപ്പോൾ അതോടുകൂടി തീരും. അത് പലരുടെ ഉദ്ദേശം അത് തന്നെയാണ്. പക്ഷേ ഈ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടി പിന്നെ CPM-ന്റെ സീറ്റ് അല്ലല്ലോ അവിടെ. CPM-ൽ നിന്നൊരു വോട്ട് ചോർച്ച എങ്ങോട്ടുണ്ടാവും? ഇത് നമുക്ക് ഇപ്പം മുരളി അത് പിന്നെ അറിയാൻ പറ്റില്ല. അത് അങ്ങനെ സംഭവിക്കാറുണ്ട്. BJP സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി ആ രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനെ മറികടക്കുന്ന രീതിയിൽ ഒരു മെജോറിറ്റി ജനം സുരേഷ് ഗോപിക്ക് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. വേറെ ഏതൊരു MP ആണ് MLA ആണ് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നത്?
അതെ. അദ്ദേഹം പിന്നെ ഇപ്പം എനിക്ക് എൻ്റെതായ സംസാര രീതിയുണ്ട്, അത് ജയശങ്കർ സാറിനെ പോലെയല്ല, മനസ്സിലായില്ലേ? അപ്പം ഞാൻ നാളെ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ ഈ ആക്സെൻറ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അത് സുരേഷ് ഗോപി അങ്ങനെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് വിനയാനിത, അത് പല സിനിമയിലും വലിയ വിനയാനിതനായിട്ടൊക്കെ കളക്ടറൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ കണ്ടിട്ട് അങ്ങനെയാണാവൂ യെസ് എന്ന കഥ. പക്ഷേ ബേസിക്കലി സുരേഷ് ഗോപി ഇങ്ങനെയാണ്. അതെ, തീർച്ചയായിട്ടും അത് മറ്റേ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. സിനിമയിൽ അദ്ദേഹം വിനയം അഭിനയിച്ചതാണ്. ഇദ്ദേഹം ബേസിക് നേച്ചർ അത് നമുക്ക് അത് ഒരു കുറ്റമായിട്ടും കരുതാൻ പറ്റില്ല. അതിലെന്താണ് കുഴപ്പം അങ്ങനെ ആവുന്നതിന്? അദ്ദേഹത്തെ കൺവിക്ഷൻ അദ്ദേഹം മനസ്സിലുള്ളതൊന്നും മറച്ചു വെക്കാറില്ല. അദ്ദേഹം പറയും ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് തൃശ്ശൂരിൽ പ്രതിഫലിക്കും എന്നാണ് കേൾക്കുന്നത്. ഇലക്ഷൻ അവിടെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. തൊട്ടടുത്ത മണ്ഡലത്തിലാണെങ്കിൽ തന്നെയും ഈ ജില്ല അതെ 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 ഈ മണ്ഡലത്തിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇദ്ദേഹം നടത്തിയ പദയാത്രയൊക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു. ശ്രദ്ധേയമായിരുന്നു. പിന്നെ അതിനെ പിന്നെ എന്താണ് കുറ്റം പറയാൻ ചില ആളുകൾ, നടക്കാൻ ബുദ്ധിമുട്ട്. ഓരോ മനുഷ്യനും അവരുടേതായ ശാരീരികമായ പ്രത്യേകതകൾ ഉണ്ടാവില്ലേ? നിങ്ങൾ നേതാക്കന്മാരെല്ലാം ഫുൾ ടൈം നടക്കലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ കുറേയൊക്കെ വണ്ടിക്ക് കയറിയിട്ടല്ലേ യാത്രകൾ മൊത്തം പൂർത്തിയാക്കിയത്. മഹാത്മാഗാന്ധി വന്ന് നടന്നിട്ടുണ്ട്. പണ്ട് രമേശ് ചെന്നിത്തല ഏതൊരു കേരള യാത്ര നടന്നെന്ന് തോന്നുന്നു. അല്ല, ഇതിപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ കെ മുരളീധരൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3-ാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ളത് സാധ്യം. മുരളിയാണോ സുനിലാണോ എന്ന് അറിയാൻ പറ്റില്ല. 3-ാം സ്ഥാനത്തേക്ക് പോകും. അവിടെ തന്നപ്പോഴത്തെ ഒരു വോട്ടിൻ്റെ ഷിഫ്റ്റ് അനുസരിച്ചിരിക്കും. അവിടെ ഈ കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി നിൽക്കുവാൻ സാധ്യതയുണ്ടോ? തൃശ്ശൂരിൽ കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി മുരളിക്ക് വേണ്ടി നിൽക്കാൻ സാധ്യതയുണ്ടോ? സാധ്യത കുറവാ. ഒരു പ്രത്യേക ജാതി ആളുകളാണ്. ഓക്കെ, ഇതാണ് തൃശ്ശൂർ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം. വോട്ടെടുപ്പിന് ആഴ്ചകൾ ബാക്കിയുള്ളപ്പോഴും ശക്തമായ മത്സരമാണ് അവിടെ കാർഡിലുള്ളത്. സുരേഷ് ഗോപിക്ക് ഇപ്പോഴും സാധ്യത നിലനിൽക്കുന്നുണ്ട്. വലിയൊരു വിഭാഗം സ്ത്രീകളും യുവജനങ്ങളും അദ്ദേഹത്തിന് അനുകൂലമായി ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. വോട്ട് ചെയ്യും എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോഴത്തെ വിലയിരുത്തലും വ്യക്തമാക്കുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ നടന്നേക്കാവുന്ന അടിയൊഴുക്കുകൾ, അതിനെ തടയിടുവാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. കാരണം സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ തിരിച്ചടി നേരിടാനുള്ള സാധ്യതകൾ, അതാണ് വലിയൊരു ഭീഷണിയായി BJP കാണുന്നത്. അതിനെ എങ്ങനെ തടയിടുമെന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത രാഷ്ട്രീയ നിരൂപകൻ ഫക്രുദ്ദീൻ അലി, കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ശങ്കർ ഹിമഗിരി, ഇരുവർക്കും നന്ദി. വോട്ടേഴ്സ് ചോയ്സ് 2024 ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.